കുറച്ചും കൂടെ യേശുവിനോട് വർത്താനം പറഞ്ഞു കഴിഞ്ഞപ്പോ യേശു അവളോട് പറഞ്ഞു, നിനക്ക് 5 ഭർത്താക്കന്മാരുണ്ടായിരുന്നു, ഇപ്പോഴുള്ള ആള് നിന്റെ ഭർത്താവല്ല എന്ന് പറഞ്ഞു. ഉടനെ അവൾ യേശുവിനോട് പറയുകയാണ്, നീ ഒരു പ്രവാചകനെന്ന് ഞാൻ കാണുന്നു. അപ്പൊ രണ്ടാമത് കുറച്ചും കൂടെ സംസാരിച്ചു കഴിഞ്ഞപ്പോ യേശു അവൾക്ക് ആരായി മാറി? പ്രവാചകനായി മാറി. കുറച്ചും കൂടെ സംസാരിച്ചു കഴിഞ്ഞപ്പോൾ അടുത്ത വാക്കിൽ അവൾ സംബോധന ചെയ്യുന്നത് യജമാനനെ എന്ന വാക്കാണ്. യജമാനനെ. യജമാനനെ എന്ന് പറഞ്ഞാൽ ഹീബ്രു ഭാഷയിൽ അഡോണായി എന്ന് പറയും. കണ്ടോ, സ്ത്രീ അവനോട് യജമാനനെ, കണ്ടോ, അഡോണായി എന്ന പദമാണ്. അപ്പൊ ആദ്യം ഈ സ്ത്രീക്ക് യേശു ആരായിരുന്നു? യഹൂദ മതം. രണ്ടാമത് കുറച്ചുകൂടെ അടുത്ത് കഴിഞ്ഞപ്പോൾ എന്ത് വിളിച്ചു? യു ആർ ദ പ്രോഫറ്റ്. അവളുടെ ജീവിത രഹസ്യങ്ങളെ വിളിച്ചു പറഞ്ഞപ്പോൾ നീ ഒരു പ്രവാചകൻ. മൂന്നാമത് കുറച്ചും കൂടെ അടുത്ത് കഴിഞ്ഞപ്പോൾ അവൾ വിളിച്ചു, യു ആർ മൈ മാസ്റ്റർ. യു ആർ മൈ മാസ്റ്റർ, യജമാനനെ എന്ന് വിളിച്ചു. കുറച്ചു കഴിഞ്ഞപ്പോൾ യേശു കർത്താവ് അവളുടെ ജീവിതത്തെ സമൂലമായി രൂപാന്തരപ്പെടുത്തത്തക്ക നിലയിൽ എത്തിക്കഴിഞ്ഞപ്പോൾ അവൾ പറഞ്ഞു, ഞാൻ ക്രിസ്തുവിനെ എന്ന് വെച്ചാൽ മശിഹായെ കണ്ടെത്തി. ഞാൻ ക്രിസ്തുവിനെ എന്ന് വെച്ചാൽ മശിഹായെ കണ്ടെത്തി. ആദ്യം യഹൂദനായിരുന്നു. ഒരു 10 മിനിറ്റ് കൂടെ വർത്താനം പറഞ്ഞു കഴിഞ്ഞപ്പോൾ പ്രവാചകനായി. ഒരു 10 മിനിറ്റ് കൂടെ മിണ്ടിക്കഴിഞ്ഞപ്പോൾ യജമാനനായി. കുറച്ചും കൂടെ അടുത്തറിഞ്ഞു കഴിഞ്ഞപ്പോൾ അവൻ ജീവനുള്ള ദൈവമെന്ന് തിരിച്ചറിഞ്ഞു. ഞാൻ സത്യമായി നിങ്ങളോട് പറയുന്നു, നിങ്ങൾ ദൈവത്തോട് അടുക്കും തോറും നിങ്ങൾക്ക് അവനെ കുറിച്ചുള്ള അനുഭവങ്ങളിൽ വ്യത്യാസമുണ്ടാകും. അവൾ എന്തിനാ ഉച്ചയ്ക്ക് അവിടെ കിണറ്റേറെ വന്നേ? വെള്ളം കോരാനാണ് വന്നത്. അതിന്റെ ഏറ്റവും ഒടുവിലത്തെ വാക്യത്തിൽ എഴുതിയിട്ടുണ്ട്, അവൾ പാത്രം അവിടെ വെച്ചിട്ട് വെള്ളം കോരാൻ കൊണ്ടുവന്ന പാത്രം അവിടെ കളഞ്ഞിട്ട് അവൾ പട്ടണത്തിലേക്ക് ഓടിച്ചെന്നിട്ട് പറഞ്ഞു, ഞാൻ മശിഹായെ കണ്ടു എന്ന്. അപ്പോ അവൾ വന്നത് വെള്ളം കോരാനുള്ള പാത്രവുമായിട്ടാണ്. അവളുടെ ആ വെള്ളം, വായു, ജലം, പ്രകാശം, ഇതൊക്കെ എന്റെ ബേസിക് നീഡാണ്. വെള്ളം എന്റെ ഒരു ഭൗതിക ആവശ്യമാണ്. അവൾ വന്നത് അവളുടെ ഒരു ഭൗതിക ആവശ്യത്തിന് വേണ്ടിയാണ്. ഒരുപക്ഷെ നിങ്ങളും ഈ പ്രാർത്ഥനയിൽ വന്നത് നിങ്ങളുടെ ഒരു ഭൗതിക ആവശ്യത്തിന് വേണ്ടിയായിരിക്കും. അത് ജോലിയാകാം, കടം മാറുന്നതാകാം, സൗഖ്യമാകാം, എന്തുമാകാം. പക്ഷേ യേശു ആരെന്ന് തിരിച്ചറിഞ്ഞപ്പോൾ അവൾ ആ കുടം കളഞ്ഞിട്ട് ഓടിയതിന്റെ കാരണം ഇപ്പം അവൾക്ക് പ്രാധാന്യത ഭൗതികമല്ല, ആത്മീകമാണ്. ഇപ്പോൾ അവൾക്ക് ഇമ്പോർട്ടന്റ് ഭൗതികമല്ല, ആത്മീകമാണ്. ഇന്ന് പകൽ ഹല്ലേലൂയ, നിങ്ങൾ ആത്മീക വിഷയങ്ങൾക്ക് 1ാം സ്ഥാനം കൊടുക്കുമെങ്കിൽ നിങ്ങളുടെ ഭൗതിക വിഷയങ്ങളെ ദൈവം പരിഹരിക്കും. നിങ്ങൾ ആത്മീക വിഷയങ്ങൾക്ക് 1ാം സ്ഥാനം കൊടുക്കുമെങ്കിൽ നിങ്ങളുടെ ഭൗതിക വിഷയത്തെ ദൈവം പരിഹരിക്കും.